ഹായ് ഗേയ്സ്, അപ്പോൾ നമുക്കൊരു 1 വീക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് തുടങ്ങിയല്ലോ. അപ്പോൾ ഡേ 1 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതാ ഞാനിന്ന് ഒരു പൊട്ടാറ്റോ റൊട്ടിയാട്ടോ ഉണ്ടാക്കണത്. പൊട്ടാറ്റോ നല്ലോണം വേവിച്ച് അത് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിലേക്ക് മല്ലിച്ചപ്പും മുളകും അതുപോലെ അതിനെ ഉണക്കമുളക് പൊടിച്ചതും ഇട്ടിട്ട് 1 കപ്പ് മൈദ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് നല്ല വെള്ളം നനവ് അതിലൊന്നുകൂടി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ഇടരുത്, ഗോതമ്പ് പൊടി ഇതേപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് പാകത്തിന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ രൂപത്തിൽ പാകത്തിന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ റൊട്ടി ഉണ്ടാക്കിയിട്ടുള്ള എപ്പോഴും ചപ്പാത്തിയും എല്ലാ ഭൂരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അടിപൊളി ആയിട്ടിരുന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട റോസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇതാ കുഴച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ എന്താണ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉരുളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകം മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തിയെടുക്കണ പോലെ നല്ലപോലെ പരത്തിയെടുക്കുക കേട്ടോ. പരത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും മൈദ ഇട്ടിട്ട് പരത്തിക്കോളെ. അപ്പോൾ ഇത്തിരി സോഫ്റ്റ് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് ചട്ടിയിലിട്ട് ചൂടുള്ള ചട്ടിയിലിടുക, മറ്റേ ഭാഗം എണ്ണയ്ക്കുക, ഇങ്ങോട്ട് മറിച്ചിടുക, പിറ്റത്തെ ഭാഗം എണ്ണയിച്ചിട്ട് നമ്മളങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. സംഭവം അടിപൊളിയാണ്. എല്ലാവർക്കും കൂട്ടി കഴിക്കാൻ നമുക്ക് രസമുണ്ടാവും കേട്ടോ. ചിക്കൻ കറി, ബട്ടർ ചിക്കൻ, അതുപോലെ മുട്ട റോസ്റ്റ്, തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ട റോസ്റ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാപ്പാലിന് പകരം അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ടാണ് കേട്ടോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. ഒരു കുറുക്കത്തിനൊരു കട്ടിക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അരച്ചൊഴിക്കട്ടെ ചെയ്തുകൊണ്ട് മുട്ടക്കറി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മുട്ടക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ റൊട്ടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ കഴിച്ച് നോക്കി അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ഓക്കെ, ബായ്.